ഇന്നിപ്പോൾ രാവിലെ ഒട്ടും സമയമില്ലാത്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓട്ടട ഉണ്ടാക്കി എടുക്കാമെന്ന്. കറിയും കാപ്പിയും വെക്കാനായിട്ട് ഒട്ടും സമയമില്ല, മക്കൾക്ക് പോവും വേണം. പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അരിപ്പൊടി എടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ച് വേണം നനച്ചെടുക്കാനും. ഇല എടുക്കുമ്പോൾ അകവും പുറവും നന്നായിട്ട് കഴുകി എടുക്കാനായിട്ടും കൂടെ നോക്കണേ. പൊടിക്കാറ്റടിക്കുന്നതിനെ കൊണ്ട് പൊടി മണ്ണൊക്കെ അടിക്കും. പിന്നെ നമ്മളിതുപോലെ പരത്തി കൊടുത്തിട്ട് തേങ്ങയും ശർക്കരയും വെക്കുമ്പോൾ മൊത്തത്താല വെച്ച് കൊടുക്കേണ്ട, ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡ് ചേർത്ത് മടക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ചേർന്ന് കിട്ടിക്കോളും. പിന്നെ ഉരട്ടിച്ചട്ടി തന്നെ മേടിക്കാനായിട്ട് നോക്കണം. മൺചട്ടി മൺകലം വെക്കുന്ന അവരുടെ കയ്യിലുണ്ട്, ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്. ഒരു 200 രൂപയ്ക്ക് അകത്തൊക്കെ ആവത്തുള്ളൂ. പിന്നെ ദോശക്കല്ല് എടുക്കാനായിട്ട് നോക്കല്, ദോശ ചുട്ടെടുക്കാനോ ഒന്നും പറ്റത്തില്ല. ശർക്കരയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും ഉരുവി വീഴുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റത്തില്ല. പിന്നെ വാഴയിലാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. ഒരുപാട് പേര് നമ്മളിങ്ങനെ ഓട്ടട ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഓട്ടട അല്ല അടയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പല സ്ഥലത്ത് പല പേരിലായിരിക്കും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകല്ലേ.